കമലേഷ്, ഇവർ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ്, പിന്നോട്ടില്ല, ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് സമരസമിതി പറയുകയാണ്. ഈ ഒരു പരിഷ്കരണം മുഴുവൻ പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ഇതിന് സർക്കാർ വഴങ്ങുമോ, മന്ത്രി വഴങ്ങുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് സ്ഥിതിഗതികൾ? ഫിജി അത്തരമൊരു സമരത്തിലേക്ക് തന്നെയാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പോകുന്നത് എന്നതാണ്. ഇതിന്റെ സമരസമിതി അടക്കം അത്തരം സമരത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. സെക്രട്ടേറിയറ്റിലേക്ക് അടക്കം ഒരു പ്രതിഷേധ മാർച്ച് അടക്കം, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന നിലയിലേക്ക് അടക്കം ഈ പ്രതിഷേധ പരിപാടികൾ മാറും, അതിന്റെ ഒരു സ്വഭാവം ഇനി മാറും എന്നൊരു മുന്നറിയിപ്പ് കൂടി ഇവർ സമരസമിതി നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ സമരത്തെ ആ നിലയിൽ തന്നെ നേരിടാനാണ് നിലവിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നതാണ്. പോലീസിനെ വേണമെങ്കിൽ പോലീസിനെ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ടെസ്റ്റ് നടത്തുന്നതിനാവശ്യമായ ഇടപെടൽ ഉണ്ടാകണം എന്ന ഒരു നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥർക്കും ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു യാതൊരു കാരണവശാലും ഈ ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് സമരസമിതി ഉള്ളത്. ഈ INTUC-യും സ്വതന്ത്ര സംഘടനയുമാണ് നിലവിൽ ഈ സമരരംഗത്തുള്ളത്. നേരത്തെ CITU അടക്കം ഈ സമരത്തിന്റെ ഭാഗമായി അണിനിരന്നിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ CITU ഈ സമരത്തിൽ നിന്നും, അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിൽ നിന്നും അല്പം പിന്നോട്ട് പോകുന്ന, അതായത് പ്രത്യക്ഷ സമരത്തിന് ഇല്ല എന്ന നിലയിലേക്കുള്ള ഒരു നിലപാട് CITU-യുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ കഴിഞ്ഞ ദിവസം കൊച്ചിയിലടക്കം വിവിധ ജില്ലകളിലെല്ലാം തന്നെ ഈ സമരം നടക്കുന്ന, അല്ലെങ്കിൽ പ്രതിഷേധം നടക്കുന്ന വേളയിലെല്ലാം CITU നേതാക്കളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി അണിനിരക്കുന്നുണ്ട് എന്നുള്ളതാണ്. എവിടെയും ഒരു ജില്ലയിലും ഇത്തരത്തിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഈ സമരസമിതി നിലവിലുള്ളത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇന്നും ടെസ്റ്റ് മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വരും ദിവസങ്ങളിലും ഈ സമരം കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ് ഈ സമരസമിതി പ്രവർത്തകരെല്ലാം തന്നെ ഉള്ളത്. ശരി കമലേഷ്, ടെസ്റ്റ് പരിഷ്കരണങ്ങളിൽ, ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങളിൽ പ്രതിഷേധം തുടരുകയാണ്. സമരസമിതി ശക്തമായ സമര രീതികളുമായി മുന്നോട്ട് പോകുന്നു.